വിളിച്ചു നോക്കിയേ, വിളിച്ചു വന്നു. ഓക്കെ, അപ്പം വന്നു. ബൈ. അയ്യോ, ഹായ് ഗൈസ്, ഹായ് 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 എല്ലാവർക്കും ഹായ്, വെൽക്കം 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 ടു അനദർ സ്ട്രീം. ഇത് റൈഡൊക്കെ അടിക്കുന്നു. ഹായ് 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 ഗൈസ്, ഹായ് 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 എല്ലാവർക്കും ഹായ്. ഫാൻ ഒന്നും വേണ്ടി വെള്ളം വരുമോ? സോറി സോറി സോറി, എല്ലാവർക്കും റിയലി റിയലി സോറി, കുറച്ച് ലേറ്റ് ആയിപ്പോയെന്നറിയാം. ആദ്യമേ എല്ലാവർക്കും റിയലി റിയലി സോറി ഗൈസ്. നമുക്ക് ഞാൻ ഹെഡ്ഫോൺ വെച്ചോട്ടെ. ഓഡിയോ ഓക്കെ, ഡിസ്റ്റർബ് ഓഡിയോ ഓൺ. കേൾക്കാവോ എല്ലാവർക്കും? കേൾക്കാവോ ഗൈസ്? ഓക്കെ അല്ലേ? സോറി സോറി സോറി. അപ്പോൾ എല്ലാവർക്കും സോറി. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ഇന്ന് സെർവർ അപ്പാകത്തില്ല. സ്റ്റോറി കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. I know bro, I know. Really sorry to disappoint you guys. അത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരുടെയും വെഹിക്കിൾസ് ഉൾപ്പെടെ മൈഗ്രേറ്റ് ചെയ്യാൻ കരുതിയിരുന്നത്. ബട്ട് നമുക്ക് വെഹിക്കിൾസ് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ചെക്ക് ചെയ്ത് അതിൻ്റെ നമുക്ക് നമ്മുടെ പുതിയ ഗരാജിലോട്ട് നമുക്ക് പഴയ വെഹിക്കിൾസ് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ ഉള്ള കുറച്ച് വെഹിക്കിൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. സോ അപ്പം നമുക്ക് ആ വെഹിക്കിൾസ് എന്താണ്, അപ്പോൾ വെഹിക്കിൾസ് നമുക്ക് എന്താ പറയുക, നിങ്ങളെല്ലാവരും സെല്ല് ചെയ്യേണ്ടി വരും. ഷമീം ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 11 subscriptions bro. Thank you Shamim bro. Thank you so much for the 5 subscriptions. My bad, sorry, ഇതല്ല 5. Thank you so much for the 5 subscriptions Shamim bro. പ്രാങ്ക് അല്ല ഗൈസ്, സത്യമായിട്ടും പ്രാങ്ക് അല്ല. എൻ്റെ കുഞ്ഞാണ് സത്യം, പ്രാങ്ക് അല്ല. ദേവി അത് പ്രാങ്ക് എന്നാലും വിചാരിക്കരുത്. ഇന്ന് സെർവർ അപ്പാവില്ല. അതാണ് ഞാൻ നേരത്തെ സ്റ്റോറി ഇട്ടത്. ആർക്കും വിഷമം തോന്നരുത്. അപ്പം നമുക്ക് പ്ലേയേഴ്സിൻ്റെ വണ്ടികൾ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ് സത്യം. സോ പ്ലേയേഴ്സിൻ്റെ വണ്ടി മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് ഇപ്പം ഒരുപാട് പേരുടെ ഒരുപാട് വണ്ടികളുണ്ട്, മനസ്സിലായോ? അതെല്ലാം അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഹാർഡ് ഗ്രൈൻഡ് ചെയ്ത് വാങ്ങിയ വണ്ടികളാണ്. അപ്പോൾ അവരുടെ എഫേർട്ടും ടൈമും നമുക്ക് കൺസിഡർ ചെയ്തിരിക്കുന്നത്, നമുക്ക് അവർക്കത് വണ്ടികളൊന്നും കിട്ടില്ല, പൈസ എല്ലാം പോയി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സെൽ ഷോപ്പ് ആഡ് ചെയ്യുന്നതായിരിക്കും. സെൽ ഷോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടികളെല്ലാം സെല്ല് ചെയ്യാം. നിങ്ങൾക്ക് 100% റിട്ടേൺ കിട്ടും. നിങ്ങളുടെ 1 രൂപ പോലും പോകത്തില്ല. നിങ്ങൾ ഗ്രൈൻഡ് ചെയ്ത എമൗണ്ട്, നിങ്ങൾ അല്ലെങ്കിൽ വണ്ടി വാങ്ങിയ എമൗണ്ട് 100% നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അതാരും വിഷമിക്കേണ്ട. നിങ്ങളുടെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്ത പൈസ ഒന്നും എങ്ങും പോകത്തില്ല. നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ആ വണ്ടികൾ സെല്ല് ചെയ്യാം. നമ്മൾ സെൽ ഷോപ്പ് ഇട്ട് തരാം. നിങ്ങൾക്ക് നമ്മൾ നെക്സ്റ്റ് സാറ്റർഡേ വരെ ടൈം തരാം നിങ്ങൾക്ക് വണ്ടിയെല്ലാം വിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ സെർവർ ലോഞ്ച് ആവുന്ന ഡേറ്റ് ഒന്നും പറയുന്നില്ല ഗൈസ്, കാരണം എനിക്ക് ഇനിയും നിങ്ങളെ ഒരു ഡേറ്റ് പറഞ്ഞ് നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഡേറ്റ് ഒന്നും പറയുന്നില്ല. സെർവർ അപ്പാവുന്നതിൻ്റെ തലേന്ന് ഒന്നെങ്കിൽ ഞാൻ ലൈവ് വരും, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു പ്രോപ്പർ അനൗൺസ്മെൻറ്റ് അത് തലേന്ന് ഇടാൻ ഞാൻ, അതായിരിക്കും നല്ലത്. വെറുതെ നിങ്ങൾ കാത്തിരുന്ന് നിങ്ങൾ വിഷമിച്ച് ബുദ്ധിമുട്ടണ്ട. ഒരു 3 days കൊടുത്താൽ പോരെ? ഒരുപാട് പേര് ചിലപ്പോൾ പലയിടത്തായിരിക്കും ഇവിടെ, പിന്നെ നമ്മൾ ടൈം കൊടുത്തില്ല എന്ന് അവർ പറയും. അതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ ടൈം തരാം. നിങ്ങൾ മാക്സിമം ചെയ്യുക, നമ്മൾ മാക്സിമം അതുപോലെ തന്നെ ഇത് സ്പീഡപ്പ് ആക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും സോറി. പിന്നെ ഓണവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ബുധനാഴ്ച തിരുവോണമാണ്. എല്ലാവരും തിരക്കായിരിക്കും. നമ്മുടെ സ്റ്റാഫ് ടീമായാലും ഡെവലപ്പിംഗ് ടീമായാലും എല്ലാവരും തിരക്കായിരിക്കും. അത് വേറൊരു പ്രശ്നമാണ്. സോ അതൊക്കെ കൊണ്ടാണ് നമ്മൾ സാറ്റർഡേ വരെ ടൈം കൊടുത്തിരിക്കുന്നത്. പലരും തിരുവോണം ആയതുകൊണ്ടും ഓണം ആയതുകൊണ്ടും ബിസി ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോപ്പർ ടൈം കിട്ടിയില്ലെന്ന് വരാം. അതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സാറ്റർഡേ വരെ ടൈം ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ലേറ്റാണ് കേസ്. ഞാനൊന്ന് ഇതിൽ പൊക്കോട്ടെ, മീറ്റിങ്ങിൽ. സോറി, 7 മണി മീറ്റിംഗ് പറഞ്ഞിട്ട് ഞാൻ പോയില്ല.
കസ്റ്റം വണ്ടീസ് എല്ലാം നിങ്ങൾക്ക് പുതിയ സെർവറിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. കസ്റ്റം വണ്ടികൾ വെഹിക്കിളിൽ നിങ്ങൾ അയച്ചു തരണം. ടിക്കറ്റിൽ ഒന്നുകൂടെ ഫയൽ അയക്കുക, അല്ലെങ്കിൽ കീയിലോട്ട് ഒന്നുകൂടെ ഫയൽ അയക്കുക. നിങ്ങൾക്കിപ്പോൾ എല്ലാം കിട്ടുന്നതായിരിക്കും. ടൗൺ ഹാൾ ലിങ്ക് വേസ്റ്റ് ചെയ്യുന്ന അങ്ങ് ഓഫ് ചെയ്തോ. മതി കേസ്, മതി 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 മതി. പിന്നെ ഞാൻ ഒരു തന്നെ എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ. ഇൻവൈറ്റ് റാവ് എത്തിയിട്ടുണ്ട് കേസ്. ഹലോ 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 ഹലോ. ലിങ്ക് വേസ്റ്റ് ചെയ്യാൻ ഓഫ് ചെയ്തിട്ടാണ് അതിന്റെ അടുത്ത് പറയണേ. അയ്യോ മതി കേസ്, സ്പാമാക്കൽ മതി, നിർത്ത്. കഴിഞ്ഞു 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 എന്ത് പറ്റി എന്ത് പറ്റി നമ്മുടെ ഇവിടുത്തെ ചാറ്റിൽ ആണോ? അപ്പോൾ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും സോറി ഗൈസ്, എല്ലാവർക്കും സോറി. നമുക്ക് ഇന്ന് സെർവർ ലോഞ്ച് പോസിബിൾ അല്ല. അതിന് ഒരു വലിയൊരു കാരണം, നമുക്ക് നിങ്ങളുടെ വണ്ടികൾ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് ഒരു പ്രൊവിഷൻ സെല്ല് ചെയ്യുന്നൊരു പ്രൊവിഷൻ ഇട്ട് തരാം. നിങ്ങൾക്ക് 100% നിങ്ങൾ വാങ്ങിയ എമൗണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. ആ സെൽ ഷോപ്പിൽ നിങ്ങൾക്ക് അത് വണ്ടികളെല്ലാം സെല്ല് ചെയ്യാം. നമുക്ക് പുതിയ സെർവറിൽ നിങ്ങൾ പുതിയതായിട്ട് വണ്ടി വാങ്ങേണ്ടി വരും. അതാണ് ഫസ്റ്റ്. പെട്ടെന്ന് തന്നെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ അതാണ് പറയാനുള്ളത്. വണ്ടി വേണ്ട, സെർവർ ഓപ്പൺ ആക്കുന്നു. എത്ര പേര് വണ്ടി വേണ്ടെന്ന് പറയൂടാ? ഒരുപാട് പേരുടെ ചിലപ്പോൾ 10ഉം 15ഉം വണ്ടികളുണ്ടാവും, 20 വണ്ടികളുണ്ടാവും. അപ്പം ഒരുപാട് നിങ്ങളെല്ലാവരും ഹാർഡ് ഗ്രൈൻഡ് ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വണ്ടികളല്ലേ. അപ്പോൾ അതെല്ലാം ഒറ്റയടിക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ചിലപ്പം 500 കോടി നഷ്ടപ്പെടുന്നവരുണ്ടാവാം, 1000 കോടി നഷ്ടപ്പെടുന്നവരുണ്ടാവാം. അപ്പോൾ ആർക്കും ഒരു നഷ്ടപ്പാട്, എന്താ പറയുക, ഒരു നഷ്ടബോധം വേണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പം നിങ്ങളുടെ വണ്ടികളുടെ എല്ലാം റീഫണ്ട് തരാൻ പോകുന്നത്. നമ്മൾ നാളത്തേക്ക് നിങ്ങളുടെ സെൽ ഷോപ്പ് ആഡ് ചെയ്യും. അപ്പോഴത്തേക്ക് ഓൾഡ് ഡീലർഷിപ്പ് ഹൈ ഡിമാൻഡ് വണ്ടിയോ അതും നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. നിങ്ങൾ അന്ന് വാങ്ങിയ റേറ്റിനാണ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. എല്ലാ വണ്ടികളും വരും. ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും വണ്ടി ആഡാക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് VC-യിൽ വരിക. VC-യിൽ വന്നിട്ട് ഈ പറയുന്നത് പോലെ പറഞ്ഞാൽ മതി, ഇന്ന വണ്ടി ആഡ് ആയിട്ടില്ല എന്നുള്ളത്. നമ്മൾ ആ വണ്ടിയുടെ ഫയൽ എവിടുന്നെങ്കിലും തപ്പി പിടിച്ച് നമ്മൾ തിരിച്ചിട്ട് തരാം. ഓക്കെ അല്ലേ? സൗണ്ട് കേൾക്കാവോ എല്ലാവർക്കും? യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ബോണ്ടാക്കാം. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ബോണ്ടാക്കാം. അതിനൊരു ലിമിറ്റില്ല. നിങ്ങൾ ബാക്കി ഇതെല്ലാം സെല്ല് ചെയ്തിട്ട് ആ പൈസ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോണ്ടാക്കാം. അതേപോലെ തന്നെ ഡീലർഷിപ്പിൻ്റെ കേസിൽ ഈഗോയുടെയും അതേപോലെ തന്നെ P47 ഡീലർഷിപ്പിലെ സ്റ്റോക്കുകളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫണ്ടും നിങ്ങൾക്ക് 100% റിട്ടേൺ കിട്ടുന്നതായിരിക്കും. ആരുടെയും പൈസ എങ്ങും പോകത്തില്ല, ആരും വിഷമിക്കേണ്ട കേട്ടോ. ഇമ്പോണ്ട് എടുത്ത് കളയാമോ? എല്ലാ വണ്ടിയും ഒരു റീസണും ഇല്ലാതെ ഇമ്പോണ്ട് എടുത്തിട്ട് ഡീസെൻ്റ് ടാസ്കാ. എടാ, ഇമ്പോണ്ടിൻ്റെ എല്ലാം പൈസ നമ്മൾ കുറച്ചു. നിങ്ങൾക്ക് ഫ്രീ ആണ് ഇമ്പോണ്ട്. ബ്രോ, സെർവർ കയറിട്ട് എത്ര കാലമായി? കാരണം സെർവറിൽ ഇപ്പോൾ ഇമ്പോണ്ടിന് 0 ആണ് ഫീ. നിങ്ങൾക്ക് അതുകൊണ്ട് ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ വണ്ടികളൊന്നും ഇമ്പോണ്ടിൽ നിന്ന് എടുക്കാൻ പൈസയില്ല, ഫ്രീ ആയിട്ട് എടുക്കാം. ഗരാജിൽ നിന്ന് എടുക്കാൻ പൈസയില്ല, ഫ്രീ ആയിട്ട് എടുക്കാം. ഫ്രീ അല്ലെന്ന് തോന്നുന്നു. ഗരാജിൽ $5 $5 അങ്ങനെ എന്തോ വരുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് സാറ്റർഡേ വരെ ടൈമുണ്ട് നിങ്ങളുടെ വണ്ടികളെല്ലാം സെല്ല് ചെയ്ത് ബോണ്ടാക്കാനുള്ള. നമ്മൾ സാറ്റർഡേ ഈ വണ്ടി സെല്ല് ചെയ്യുന്ന ഓപ്ഷനും അതേപോലെ തന്നെ ഇതും എടുത്ത് കളയും. ഞാൻ വീണ്ടും ഒരു ഡേറ്റ് പറഞ്ഞ് നിങ്ങളെയും ആരെയും മടുപ്പിക്കുന്നില്ല. നമ്മൾ സെർവർ അപ്പാക്കുന്നതിൻ്റെ തലേന്ന് ഒന്നെങ്കിൽ ഡിസ്കൗണ്ടിൽ അനൗൺസ്മെൻറ്റ് ഇടാം, അല്ലെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് ലൈവ് വരാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഫണ്ട് കിട്ടും. നിങ്ങളുടെ വണ്ടി വാങ്ങിയ ഫണ്ടും എങ്ങും പോകത്തില്ല. 100% ആയിരിക്കും നിങ്ങളുടെ റിട്ടേൺ കിട്ടാൻ പോകുന്നത്. ഓക്കെ, ആരും അതോർത്ത് വിഷമിക്കേണ്ട. നമ്മൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നൊരു സെർവർ സെറ്റാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. അതിൻ്റെ പുറകിൽ ഇരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിൽ മുകളിലായിട്ട് അതിൻ്റെ പുറകിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതെ. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ചെയ്യരുത്. നമുക്ക് മിനിമലായിട്ടൊരു ടൈമാണ് കിട്ടിയിരിക്കുന്നത്. ഈ മിനിമൽ ടൈമിൽ നമ്മളെക്കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്തിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. മൾട്ടിപ്പിൾ സെല്ലിംഗ് പോയിന്റ് വെക്കാം. ഓടിയ വെച്ചോ, മൾട്ടിപ്പിൾ സെല്ലിംഗ് പോയിന്റ് വെക്കാം. അതായത് നിങ്ങൾക്ക് ഒരിടത്ത് തന്നെയല്ല വണ്ടി വിൽക്കുന്നതല്ല, നിങ്ങൾക്ക് പലയിടത്തായാലും ഈ വണ്ടി വിൽക്കുന്ന രീതിയിൽ ഗരാജ് പോലെ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഇട്ട് തരാം.
അപ്പം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ അറൗണ്ട് ഒരു സാറ്റർഡേ വരെ ടൈമുണ്ട്. പിന്നെ ദയവ് ചെയ്ത് ആ സാറ്റർഡേ ഇതിനുള്ളിൽ നിങ്ങളുടെ വണ്ടികൾ, എനിക്കറിയാം ഓണാ വരുന്നതെന്നറിയാം, ആൾക്കാർ തിരക്കാണെന്നറിയാം, അതുകൊണ്ടാണ് നമ്മൾ സാറ്റർഡേ വരെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഗബ്രിയലിനെ ഒന്ന് ആഡ് ചെയ്തേക്ക്. ആഡ് ബ്രോ, അവനെന്തോ സംസാരിക്കുമ്പോൾ. സോ നിങ്ങൾക്ക് സാറ്റർഡേ വരെയാണ് നമ്മൾ ടൈം തരുന്നത്. നിങ്ങളുടെ ഓണവും എല്ലാം കൺസിഡറേറ്റാണ് അത്രയും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ടൈം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് സെല്ല് ചെയ്യുക. ഡീലർഷിപ്പ് വെഹിക്കിൾസ് മാത്രമായിരിക്കും സെല്ല് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, പ്രീമിയം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡൊണേറ്റർ എടുത്ത ആൾക്കാർക്ക് കിട്ടിയ ഡീലർഷിപ്പ് വെഹിക്കിൾ നിങ്ങൾ സെല്ല് ചെയ്യരുത്. നമുക്ക് എല്ലാത്തിനും ലോഗുണ്ട്. നമ്മളത് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോണ്ട് 0 ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ അത് നിങ്ങൾ അറിഞ്ഞില്ല, കേട്ടില്ല, കണ്ടില്ല എന്ന് പറയരുത്. ഞാൻ ആദ്യമേ തന്നെ അതും കൂടെ ക്ലിയർ ചെയ്യുവാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അടുത്തേക്കുന്ന ഡൊണേറ്ററാണ്, ഡൊണേറ്ററിൻ്റെ ഡീലർഷിപ്പ് വെഹിക്കിളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ദയവ് ചെയ്ത് അത് സെല്ല് ചെയ്യരുത്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ഡൊണേറ്ററിൻ്റെ ഡീലർഷിപ്പ് വെഹിക്കിളിൻ്റെ ആണെങ്കിലും നമ്പർ പ്ലേറ്റ് നമ്മുടെ കയ്യിലുണ്ട്. സോ നിങ്ങൾ അത് സെല്ല് ചെയ്ത് പൈസയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് സെല്ല് ചെയ്താൽ ചിലപ്പോൾ കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ 50 ബോണ്ടോ 10 ബോണ്ടോ ആയിരിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ നിങ്ങളത് ചെയ്തെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബോണ്ട് 0 ആയിട്ടേ തിരിച്ചു വരത്തുള്ളൂ. ദയവ് ചെയ്ത് അത് ചെയ്യാതിരിക്കുക. ബ്രോയുടെ ബാലൻസ് മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഇൻ ഗെയിം അഡ്മിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബ്രോയുടെ ബാങ്ക് ബാലൻസിൽ 1,00,000 രൂപ ഇട്ട് തരും. നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ള പൈസ അവർ ഇട്ട് തരും. മൈനസ് ബാലൻസ് ഉള്ളവരെല്ലാവരും ദയവ് ചെയ്ത് ഇൻ ഗെയിം അഡ്മിഷനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ എന്തായാലും വെരിഫൈ ചെയ്യും. വെറുതെ മൈനസ് ആയില്ലെന്ന് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് 1 lakh ആക്കി തരുന്നതായിരിക്കും. മുതുക്കുന്ന സ്കിൻ മാറ്റുമ്പോൾ അത് മാറ്റുമ്പോൾ കത്തുന്നുണ്ട്. സോൾവ് ചെയ്യാമോ? നമ്മൾ സ്കിൻ അത് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ആർക്കായിരുന്നു? ഗബ്രിയലിനെ ഡ്രാഗ് ചെയ്തോ? പറഞ്ഞോ ഗബ്രിയൽ, എന്താ സംസാരിക്കാനുള്ളത്? ഹലോ കേക്കാമോ? കേക്കാം. കേക്കാം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു താങ്ക്സ് ആണ്. ബിക്കോസ് എന്താ പറയാ, ഈ സിറ്റി പോയപ്പോഴ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ റെഗുലർ ആയിട്ട് ഇവിടെ മാത്രം കളിച്ചുകൊടുത്തതാണ്. അപ്പം ഈ സിറ്റി പോയപ്പോഴത്തേന് ടോട്ടലി ഇതായിപ്പോയി, ഡൗൺ ആയിപ്പോയി. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കുറച്ച് ടൈം ഇതിനകത്ത് കുറെ കൂട്ടുകാരുണ്ട്. അപ്പൊ അവരുടെ കൂടാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇപ്പം കുറെ നാളായിട്ട് ഈ സിറ്റി പോയപ്പോൾ മുതൽ മിസ് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. അപ്പം അതിനകത്തേക്ക് തിരിച്ചു വരാൻ ഒരു ഇത്രയും ലോസ് ഉണ്ടായിട്ടും ബ്രാവോ ചെയ്ത ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇനിഷ്യേറ്റീവ്, അതിപ്പം എല്ലാവരുടെയും സപ്പോർട്ട്, അങ്ങനെ ഇതിപ്പം എനിക്കെന്ന് പറഞ്ഞാല് ജസ്റ്റ് ഇതൊരു സെർവറായിട്ട് മാത്രമല്ല, എനിക്ക് ദിസ് ഈസ് ലൈക്ക് എ ഫാമിലി. അപ്പം ഇതിൽ നിന്ന് കിട്ടിയ കുറെ കൂട്ടുകാരുണ്ട്. ഇപ്പം എന്തൊരാവശ്യത്തിനും എപ്പോഴും കൂടെ നിൽക്കുമെന്ന് തോന്നുന്ന ഒരു കൂട്ടുകാരെ തന്നൊരു സെർവറാണ്. ഞാൻ പണ്ട് മുതലേ കളിക്കുന്നതാണ്, പക്ഷെ എനിക്ക് ഇത്ര അറ്റാച്ച്മെന്റ് ഉള്ളൊരു ഇത് വന്നിട്ടില്ല ഇതുവരെ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ഈ ചെയ്ത ഇനിഷ്യേറ്റീവിന് വലിയൊരു ഹാറ്റ്സ് ഓഫ്. ഇനിയും വീണ്ടും നമ്മുടെ പഴയ പൊസിഷൻ നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മളെല്ലാം ട്രൈ ചെയ്യും. അതേപോലെ റിഗാർഡിങ് ദസ് എന്താ പറയുന്നത്, അഡ്മിൻസ് സപ്പോർട്ട് ഞാൻ ഇതുവരെ കളിച്ചിട്ടുള്ള ഒരു സെർവറിലും കിട്ടാത്ത പോലെ ഇവിടെ അത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊരു RP ചെയ്യണമെങ്കിൽ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അതിനുള്ള, അതിപ്പം ലാസ്റ്റ് മൊമെന്റിലാണെങ്കിൽ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഇത്രേ ഉള്ളൂ. ഒരു സന്തോഷം തിരിച്ചു വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അതാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞത്. താങ്ക് യു. നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ നോക്കാം.